നമസ്കാരം. ബുദ്ധിമാന്യം സംഭവിച്ച കുഞ്ഞുങ്ങൾ ഏതൊരമ്മയുടെയും തീരാ ദുഃഖമാണ്. കൊല്ലിടം തെങ്ങിനെ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഞാനേ കണ്ണെഴുതി പൊട്ട് തൊട്ട് നല്ല ഭംഗിയ, എന്ത് രസ അമ്മേ. ഈശ്വര, നീ അതും പൊട്ടിച്ചോ? ആകെ ഉണ്ടായിരുന്ന ഒരു കണ്ണാടിയ. സാരില്ല, ആ കാലിൽ ചില്ലി കയറാതെ എന്റെ മുളപ്പുറത്ത് പോയി കളിച്ചോളൂ. കെട്ടോളെ ഇപ്പൊ കൊന്നേനേലോ. അതെങ്ങനെയാ? അല്ല, പൊട്ടിച്ചോ? അതും പൊട്ടിക്കും, ഇവിടെയുള്ള എല്ലാം പൊട്ടിക്കും. സ്വന്തം തന്നയുടെ തല തെറിപ്പിച്ചില്ലേ അവള്? എന്റെ മോനിപ്പോ എവിടെയാന്ന് ആർക്കറിയാം? മതി എന്റെ കുഞ്ഞിനെ കുറ്റം പറഞ്ഞത്. സ്വന്തം മഴന് വഴി പിഴച്ചു പോയത് എന്റെ കുഞ്ഞിന്റെ കുറ്റം. മക്കളെ വളർത്തുമ്പോൾ മൈതാക്കി വളർത്തണം. ആ, നീ അത്രയ്ക്കായോ? എന്റെ വീട്ടിൽ നിന്നിട്ട് നീ എന്നെ കുറ്റം പറഞ്ഞു. ഇറങ്ങിപ്പൊക്കോണം നിന്റെ ഈ അസത്ത് കേട്ട കുട്ടിയെ കൊണ്ട്. മൂതേവി, എന്റെ ഈശ്വര, ഞാനിത് എന്ത് ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അമ്മേ, എന്റെ മോളെ മൂത്രത്തിലിരുന്നാണ് കളിക്കുന്നത്. മോളെ എഴുന്നേറ്റ്. 10-20 വയസ്സ് കഴിഞ്ഞിട്ടോ കുളിക്കേണ്ടത് എങ്ങനെയെന്നോ ഉണ്ണേണ്ടത് എങ്ങനെയെന്നോ പെണ്ണാണെന്നോ അറിയാത്തൊരു കുഞ്ഞ്. എനിക്ക് പ്രായമായി വരികയാണ്. ഞാൻ മരിച്ചാൽ എന്റെ മകളെ ആര് നോക്കും? ആര് കുളിപ്പിക്കും? ആരൊഴിപ്പിക്കും? ഇല്ല, ചുറ്റിനും ദുഷ്ടന്മാരാ. ഞാൻ മരിച്ചെന്ന് പറഞ്ഞാൽ അയാള് വരും. അയാള് വന്നാൽ എവിടെയാ നശിച്ച സാധനം? അവളെ ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. ഒരു ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടിയുടെ അച്ഛൻ എനിക്കിനി ആ സ്ഥാനം വേണ്ട. അല്ലെങ്കിൽ വേണ്ട. മോളെ, അച്ഛന്റെ മോളിങ് വന്നേ. ഈ പെട്രോൾ വെച്ച് കത്തിക്കും ഞാൻ. അച്ഛനെ കുളിപ്പിക്കാം. അമ്മേ, അച്ഛനെ കുളിപ്പിക്കാം. ഇല്ല, ഞാൻ മരിച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോ അവളുടെ മുത്തശ്ശി എന്നെ തല്ലല്ലേ. മുത്തശ്ശി എന്നെ തല്ലല്ലേ. ഇറങ്ങി പൊക്കോണം. നിന്റെ തല കണ്ടതും നിന്റെ തന്ത നശിച്ചു പോയി. ഇപ്പൊ നിന്റെ തള്ളയെ നശിച്ചു, തള്ളയെ മരിച്ചു. ഇനി നീ ഇവിടെ നിന്നാൽ എന്റെ തല തെറിക്കും. ഇറങ്ങി പൊക്കോണം. ഇല്ലെങ്കിൽ ഈ തീക്കൊള്ളി കൊണ്ട് കത്തിക്കും ഞാൻ. പഴയ പാട്ടേ എറുമ്പ് നോട്ട്ബുക്കേ ரொம்ப அழகா இருந்த பொண்ணு. அட கண்ணா, നീ എന്ത് അഴകണ? എന്നെ മുത്തശ്ശി തല്ലി. ഈ കുട്ടിയുടെ കൂടെ ആരുമില്ലേ? കണ്ണാ, വാഴ കണ്ണാ. ഇല്ല, ഈ ദുഷ്ടന്മാർ എന്റെ മകളെ നശിപ്പിക്കും. ഞാൻ ഈ ചോറിൽ വിഷമൊഴിച്ച് മയക്കി എന്റെ മകൾക്ക് കൊടുക്കും. മോളെ വാ, അമ്മ ചോറ് വാരിത്തരാം. ഇല്ല, ഈ വിഷം ഉള്ളിച്ചെന്നാൽ എന്റെ കുഞ്ഞിന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകും. അവൾ പിടഞ്ഞ് വേദന അനുഭവിക്കും. ഇല്ല, എനിക്കതാവില്ല. മോളെ വാ, മോളെ ഞാൻ താരാട്ട് പാട്ട് കേൾക്കാം. ഇല്ല, എന്റെ മോളെ കരയിക്കാതെ വേദനിപ്പിക്കാതെ എങ്ങനെയാക്കില്ല. ഈ അമ്മയുടെ ദുഃഖം നമ്മുടെ സമൂഹത്തിന്റെ ദുഃഖം തന്നെയാണ്. നമുക്ക് സഹതാപമല്ല ആവശ്യം, സ്നേഹമാണ്. സ്നേഹം മാത്രം. ഇവരെ നമ്മളിൽ ഒരാളായി കരുതാം. നന്ദി, നമസ്കാരം.